ഇരുളടഞ്ഞ രാത്രികളിൽ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ മറ്റാരും കാണാതെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ? ചുറ്റും പ്രിയപ്പെട്ടവർ ഏറെയുണ്ടായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയും അസ്വസ്ഥതയും നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ? മനസ്സിനൊരു തരിമ്പ് സമാധാനം കിട്ടാൻ വേണ്ടി ലോകത്തിന്റെ പല കോണുകളിലും നമ്മൾ മരുന്നും മന്ത്രവും ശാന്തിയും തേടി അലയാറുണ്ട്. എന്നാൽ വിരൽത്തുമ്പിൽ സർവ്വ സുഖസൗകര്യങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്നും മാനസികമായി ഇത്രയധികം തളർന്നു പോകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ യാത്ര ചെയ്യേണ്ടത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ്. ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട മണലാരണ്യത്തിലെ ആത്മാക്കളുടെ ആ വലിയ പരിവർത്തനത്തിന്റെ കഥയിലേക്കാണ്. അറേബ്യയുടെ മണൽപ്പരപ്പിൽ ക്രൂരതയും അശാന്തിയും ഭയവും മാത്രം വിതറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ മണ്ണിൽ കുഴിച്ചുമൂടിയ ഗോത്രമഹിമയുടെ പേരിൽ പരസ്പരം വെട്ടിമരിച്ച മനുഷ്യത്വം മരവിച്ച ഒരു ഇരുണ്ട യുഗം. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ സമാധാനത്തിന്റെ ഒരു തരിമ്പ് പോലും അവശേഷിച്ചിരുന്നില്ല. പകയും പ്രതികാരവും കൊണ്ട് അവരുടെ ഉള്ളം എപ്പോഴും തിളച്ചുമറിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ മണലാരണ്യത്തിലേക്ക് ഒരു പ്രകാശം കടന്നുവന്നു. കരുണക്കടലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അണ്ണിയുടെ വരവോടെ ചരിത്രം മാറിമറിയാൻ തുടങ്ങി. ക്രൂരന്മാരായ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനത്തിന്റെ വെൺപ്രാവുകൾ പറന്നിറങ്ങി. നൂറ്റാണ്ടുകളായി തങ്ങൾ തേടിയ യഥാർത്ഥ ശാന്തി എന്താണെന്ന് ആ മനുഷ്യർ തിരിച്ചറിയുകയായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സമാധാനത്തിന്റെ ഏറ്റവും തീഷ്ണവും ആഴമേറിയതുമായ ഒരു നിമിഷമുണ്ട്. സ്വന്തം ജന്മനാട്ടിൽ നിന്നും ചോരയൊഴുക്കി സർവ്വതും ഉപേക്ഷിച്ച് പ്രവാചകനും അനുരഞ്ജനമില്ലാത്ത അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്ത ആ കാലം. അക്കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന വിശ്വസ്തനായ സുഹൃത്തും പ്രവാചകനൊപ്പമുണ്ടായിരുന്നു. ശത്രുക്കൾ തങ്ങളെ വേട്ടയാടി പിടിക്കാൻ തൊട്ടുപിന്നാലെയുണ്ടെന്ന പൂർണ്ണ ബോധ്യത്തോടെ അവർ സൗർ ഗുഹയിൽ അഭയം തേടി. ശത്രുക്കളുടെ കാൽപ്പാടുകൾ ഗുഹാമുഖത്ത് വരെ എത്തിക്കഴിഞ്ഞു. ശത്രുക്കളുടെ കാൽക്കലേക്കൊന്ന് നോക്കിയാൽ പ്രവാചകനെ അവർക്ക് കാണാം എന്ന അതീവ ഗുരുതരമായ സാഹചര്യം. ഭയവും ആശങ്കയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. പ്രവാചകന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന വല്ലാത്തൊരു ആകുലത ആ മനസ്സിനെ ഉലച്ചുകളഞ്ഞു. ആ കഠിനമായ പരീക്ഷണ നിമിഷത്തിലാണ്, ഭയത്തിന്റെ ആ കൊടുമുടിയിലാണ് ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ ആ അത്ഭുതം സംഭവിച്ചത്. ഒട്ടും പതറാതെ പ്രശാന്തമായ മുഖത്തോടെ പ്രവാചകൻ തന്റെ പ്രിയ സുഹൃത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ആ ചരിത്രപ്രസിദ്ധമായ വചനം ഒഴിഞ്ഞു. നീ ദുഃഖിക്കരുത്, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അണപൊട്ടിയൊഴുകിയ ആ പ്രവാചക വചനം അബൂബക്കർ സിദ്ദീഖിന്റെ ഹൃദയത്തിലേക്ക് ഒരു അമൃത് പോലെയാണ് ചെന്നുവീണത്. ആ നിമിഷം ബാഹ്യമായ എല്ലാ ഭയങ്ങൾക്കും മുകളിൽ അമാനുഷികമായ ഒരു ശാന്തത, അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്ത് ആ ഗുഹയ്ക്കുള്ളിൽ പെയ്തിറങ്ങി. ശത്രുക്കൾ പുറത്തുണ്ടായിട്ടും മരണം തൊട്ടുമുന്നിൽ നിന്നിട്ടും അവരുടെ മനസ്സുകൾ ശാന്തമായി. അള്ളാഹുവിന്റെ സാമീപ്യം തിരിച്ചറിയുന്ന ഒരു ഹൃദയത്തിന് ദുനിയാവിലെ ഒരു ശക്തിക്കും അശാന്തി നൽകാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ആ ഗുഹയ്ക്കുള്ളിൽ വെച്ച് ലോകം പഠിച്ചത്. അള്ളാഹുവെ ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ്. മനുഷ്യ ശരീരം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ശരീരത്തിന്റെ വിശപ്പടക്കാൻ മണ്ണിൽ നിന്നുണ്ടാകുന്ന ആഹാരം വേണം. എന്നാൽ നമ്മുടെ ആത്മാവ് റബ്ബിന്റെ കൽപ്പനയാൽ ഉണ്ടായതാണ്. ആ ആത്മാവിന്റെ വിശപ്പടക്കാൻ, അതിന് സമാധാനം ലഭിക്കാൻ റബ്ബിലേക്കുള്ള മടക്കം മാത്രമാണ് ഏകവഴി. 5 നേരത്തെ പ്രാർത്ഥനയിലും അർദ്ധരാത്രിയിലെ തഹജ്ജുദിലും ഖുർആൻ പാരായണത്തിലും സൃഷ്ടാവിലേക്ക് നമ്മൾ അടുത്തു നിൽക്കുമ്പോൾ പെയ്തിറങ്ങുന്ന ആ സമാധാനം മറ്റൊരിടത്തും നമുക്ക് കണ്ടെത്താനാകില്ല. ഇന്നത്തെ ആധുനിക യുഗത്തിൽ എല്ലാ ഭൗതിക സുഖങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. പണവും പ്രശസ്തിയും ആഡംബരങ്ങളും ഉണ്ടായിട്ടും മനുഷ്യൻ ഇന്നും സമാധാനത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ്. കാരണം നമ്മൾ സമാധാനം തിരിയുന്നത് തെറ്റായ ഇടങ്ങളിലാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് നമ്മുടെ താൽക്കാലിക സന്തോഷങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഹൃദയത്തിന്റെ ശാശ്വതമായ സമാധാനം അത് റബ്ബിന്റെ പക്കൽ മാത്രമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തളർന്നു പോകുമ്പോൾ, മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ ആ സൗർഗുഹയിലെ പ്രവാചക വചനം നാം ഓർക്കുക. എന്റെ അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന ദൃഢവിശ്വാസം മനസ്സിലുറപ്പിക്കുക. ആ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന് നൽകുന്ന സമാധാനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ്. പ്രാർത്ഥനകളിലൂടെയും അള്ളാഹുവിലുള്ള